ഓ ഈ എവിടെയായിരുന്നു മോനെ? നീ വല്ലതും കഴിച്ചാ? നീ കാലം തണിച്ച് നോക്കുമ്പോൾ എന്നെ കാണാനില്ല. ഇത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. എവിടേക്കാ പോയായിരുന്നു നീ? ഞാൻ എവിടെ പോവാനാണ് ഞാൻ താഴത്ത് ആ പിള്ളേരൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഇല്ല, എന്തോ പോലെ. അതാ ഞാൻ പിള്ളേരൊപ്പം എങ്ങനെ ഇരിക്കണം. അവരുടെ അടുത്ത് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്നും ഇപ്പോൾ ഒരു വേക്കൻസി പോലും ഇല്ല. എത്ര നാളായി ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു. എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി തുടങ്ങി. എൻ്റെ മോൻ ബേജാറാകല്ലേ. അതെ, ഇതുവരെയും ഇത്രയും കാലം നീ എന്നെ പോയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയതും എല്ലാ ഇതും ഇപ്പം 10 ദിവസം എന്തോ പണിയില്ല എന്ന് പറയുമ്പോഴേക്കും ബേജാറാകണു. എന്തോ മനസ്സൊരു ടെൻഷൻ അതൊന്നും എന്തിനത്? പണിയില്ല, എല്ലാവരും സ്വാഭാവികമാണ് മോനെ. പണി ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് വർക്ക് കുറവാകുമ്പോൾ സ്റ്റാഫുകൾക്ക് കുറച്ച് ദിവസം ലീവ് തരും. അതൊക്കെ ഒരു സ്വാഭാവികമല്ലേ. അതിന് നീ ഇപ്പോൾ ടെൻഷൻ അടിക്കാനൊന്നും വേണ്ട. പണി തുടങ്ങുമ്പോൾ ശരിയായിട്ട് ഒരു ദിവസം ലീവ് എടുക്കണം മോനെ. പറഞ്ഞാൽ എടുക്കാണ്ട് എൻ്റെ മോൻ പോണില്ലേ. അപ്പം അതിനൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അതൊന്നും കുഴപ്പമില്ലമ്മ. എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ ഞാൻ ചോറാ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കട്ടെ മനുഷ്യൻ. മോൻ ചെന്നിരിക്കും, അമ്മ ചോറ് എടുത്തിട്ട് വരാം. ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ എന്തുട്ടിട്ട് മോനക്ക് ഇത്ര വലിയ ടെൻഷൻ? അവിടെ ചെന്നിട്ട് വെറുതെ വയറും ഉണങ്ങി പിടിച്ചിട്ട് അവിടെ ഇരിക്കാൻ സമയത്തിന് മോനക്ക് ഭക്ഷണം കഴിച്ചിവിടെ ഉമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല നോക്കുമ്പോൾ കാണാനില്ല. ഞാൻ പോകാൻ കഴിക്കേ. എന്തും മീൻ കറിയാ? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കേ. ഇതിലല്ല പൈസ ഉണ്ടായിരുന്നു. പൈസ എവിടെ ഉണ്ടായിരുന്ന? ഉമ്മ എവിടെ? വെള്ളം കുടിക്കേ. നല്ല കഴിക്കണ മോനെ, നോക്കി കഴിക്കേ. ഞാൻ ഷർട്ടിന്റെ പോക്കറ്റിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉമ്മടെ ആര് വെച്ചിട്ട് പൈസ എടുത്തത്? എന്തിട്ട് പറയണ നീ? നിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഉമ്മ എടുക്കുക? നിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഞാനെപ്പോൾ എടുത്ത്? ഈ എന്നോട് വന്ന് ചൂടാകണം. ഈ എവിടെയെങ്കിലും ആർക്കും കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പൈസ അവിടെ വന്ന് ചൂടാകണം. എൻ്റെ പോക്കറ്റിൽ പിന്നെ ഡ്രസ്സ് തിരുമ്പുമ്പോൾ എൻ്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഡ്രസ്സൊക്കെ എടുക്കാറ്. അല്ലാണ്ട് ഉമ്മ ഒന്നും പൈസ എടുത്തിട്ടില്ല. ആവശ്യമില്ലാണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചൂടാകണം. അതെന്നെ അടുത്ത് ഞാൻ പറഞ്ഞത് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴുകാൻ പോകുമ്പോൾ പോക്കറ്റ് ചെക്ക് ചെയ്യണമെന്ന്. ഇതൊന്നും ചെക്ക് ചെയ്യില്ല. ചെക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ വരുന്നത്. പിന്നെ ഉമ്മല്ലാണ്ട് പിന്നെ ആരെടുക്കും? പിന്നെ അതെ, പൈസ എടുത്ത് ഞാനാ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിന്റെ അടുത്ത് ചോദിക്കാൻ വെച്ച് വന്നപ്പോൾ നീ ഇന്ന് റൂമിൽ നല്ല ഉറക്കാം. അപ്പോൾ ആ ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയത്. അതിലൊരു കുറച്ച് പൈസ ഞാൻ പിന്നെ നിന്റെ അടുത്ത് ചോദിക്കാനും പറ്റിയില്ല. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാ. ഞാൻ പറയാമെന്ന് വിചാരിച്ചാ മറന്നുപോയി. നീ ഉമ്മാനെ ഒന്ന് വഴക്ക് പറയാൻ നിൽക്കണ്ട. ആഹാ, കള്ളപ്പ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ അധ്വാനിച്ച പൈസ എന്റെ അനുവാദം അല്ലാണ്ട് ഇവൻ എങ്ങനെ എടുക്ക? ഒരു പണിക്കും പോലെ ഒരു തരത്തിനും പോലെ ഒന്നും കാട്ടൂല. ഇവിടെ നിന്നും കാട്ടി ഇങ്ങനെ തിന്നാ പോവാ തന്നെ. എന്നിട്ട് എന്റെ പൈസ വേണല്ലോ അവനക്ക്. ആഹാ, നല്ലത്. ഇത് നടക്കൂലട്ടോ ഇവിടെ ഒന്നും. എന്റെ പൈസ എടുക്കൽ എന്ത് അർഹത എനിക്കുള്ളത്? അത് ഞാൻ അധ്വാനിച്ച് ഞാൻ വേർത്തുണ്ടാക്കിയ പൈസയാണ് അതൊക്കെ. എന്നെ ഒരു ചോദിക്കണ്ടവനൊക്കെ. ആ, നല്ല കളി. അല്ലടാ, ഞാനത് നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഫസ്റ്റ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പൈസ ഉണ്ടല്ലോ, ഫസ്റ്റ് തിരിച്ചരാൻ നോക്ക്. എന്നിട്ട് ബാക്കി സംസാരം. നാണുണ്ടോ നിനക്ക്? ഒരു പണിക്ക് പോയിക്കോട്ടെ നിനക്ക് എന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരാൻ വേണ്ടിട്ട്. നീ എന്താണ് പറഞ്ഞ? ഇക്കാനെ നോക്കിട്ട് വർത്താനം പറയണ? വർത്താനാ നീ പറഞ്ഞത്? നീ എന്തൊക്കെ ഇപ്പൊ വർത്താനം പറഞ്ഞത്? നീ
നിന്റെ പോക്കറ്റിലെ കാശാണ്, നീ സമ്പാദിച്ച കാശാണ്. എന്താണ് നീ സമ്പാദിക്കാനായത്? നന്റെ തടിയും നന്നെ പോറ്റി ഇതൊക്കെയേ ഇതാ ഈ നിക്കണ നിന്റെ ഇക്ക നയിച്ചുണ്ടാക്കിയ ശരീരമാണിത്. നീ എന്താ ഇപ്പൊ 10 രൂപ സമ്പാദിച്ച് നിന്റെ പോക്കറ്റ് ഷർട്ട് ഇടാൻ പോയപ്പോ ആ പോക്കറ്റിൽ പൈസ കിട്ടി, ഞാൻ എടുത്തു, നീ ഉറങ്ങണോ, നിന്നോട് ചോദിക്കാൻ പറ്റില്ല എന്ന് മാന്യമായിട്ട് വർത്താനം പറഞ്ഞില്ല നിന്റെ ഇക്ക നിന്നോട്? എന്നിട്ട് നീ എന്തുകൊണ്ട് വർത്താനം നീ പറയണ? ചെറിയ അടിച്ച് പൊളിക്കുന്നതന്നെ. അവനോട് നീ കൈ ചൂണ്ടി വർത്താനം പറഞ്ഞേ. നീ എന്തൊക്കെ വർത്താനം പറഞ്ഞ? നീ തിരിച്ച് ചോദിക്കണം, നീ തെറ്റ് മാപ്പം ചോദിക്കണം. നീ വർത്താനം പറയണം. നീ എവിടെന്നാ നിനക്ക് നാവ് നീളുണ്ട്? എന്തോ 10 രൂപ കാശ് സമ്പാദിക്കാൻ പോയി പറഞ്ഞിട്ടാ? അത്രയ്ക്കൊന്നും നീയായിട്ടില്ല. എന്തോ 10 ദിവസം പണിയില്ല, കുടുംബത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ ചവിട്ടി കയറുക. ഓ ആ ഉമ്മ ഇപ്പൊ എന്നെ തല്ലിയില്ലമ്മ. ഉമ്മക്ക് ഈ വീട്ടിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ വേണം, വാഷിംഗ് മെഷീൻ കൊണ്ടുവരും. മറ്റേ ഗ്രൈൻഡർ വേണം, അത് കൊണ്ടുവരും. ഫ്രിഡ്ജ് വേണം, അത് കൊണ്ടുവരും. ഇതൊക്കെ ഞാനല്ലമ്മ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കി പൈസ കൊണ്ടല്ല നമുക്ക് മേടിച്ചത്. ഇപ്പൊ ഉമ്മ എന്നെ തല്ലിയില്ലമ്മ. ഉമ്മക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നുമ്മ? എത്ര ഈ വീടിനൊക്കെ വേണ്ടി എന്തൊക്കെ കാട്ടി കൂട്ടണം ഞാന്. ഇപ്പൊ എന്നെ ഉമ്മക്ക് വേണ്ടല്ലേ? ഇപ്പൊ എന്നോട് സ്നേഹം ഇല്ലല്ലോ ഉമ്മക്ക്? ഉമ്മ എന്തടി ഉമ്മ അടിച്ചതുമ്മ? ഉമ്മ ഉമ്മ എന്തിനാ ഇപ്പം അവനെ തല്ലാൻ പോയത്? ആ പൈസ അല്ലേ, അത് ഞാൻ കൊടുത്തോളാം. ഇപ്പം അവൻ ആകെ ചൂടിലല്ലേ നിൽക്കണത്. ഇപ്പം അവനത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ആ പൈസ ഞാൻ കൊടുത്തോളാം. പിന്നെ കുടുംബത്തിൽ അവൻ ഇങ്ങനെയൊക്കെ കണക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ചെയ്തതിനോ ഞാൻ ഇതാക്കിയതിനോ ഞാൻ ഇതുവരെ കണക്ക് നോക്കിയിട്ടില്ല, കണക്ക് പറഞ്ഞിട്ടുമില്ല അമ്മയുടെ അടുത്ത്. അതുകൊണ്ട് പൈസ ഇല്ല, ഞാൻ അവനത്ത് തരാമെന്ന് പറ. അതിനിങ്ങനെയൊന്നും സംസാരിക്കണമെന്ന് പറയാം, എനിക്ക് ഒരുപാട് വിഷമമാണ്. അവനെ ഇങ്ങനെ ഒന്ന് കൊടുത്തത് പോരെ മോനെ. അറിയാ എന്തൊട്ട് വർത്താനാ പറഞ്ഞത്? ആകെ കൂടിയുള്ള ഒരു അനിയനാണ് അവനിക്ക്. ആകെ കൂടിയുള്ളൊരു ഇക്ക 6 എണ്ണം 100 എണ്ണം ഒന്നും ഉമ്മാക്കില്ല, ആകെ 2 എണ്ണം തന്നെ ഉള്ളു. എണ്ണയും പ്രാവും പോലെ ഇരിക്കണം നിങ്ങള്. ഇന്നലെ വരെ ഞാൻ അങ്ങനെയാ നിങ്ങളെ നോക്കിയിട്ടുണ്ടാക്കി വളർത്തിയിരിക്കുന്നത്. ഇന്ന് നിന്റെ അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ആരെടുത്ത്? പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ എടുക്കാന്? അവന്റെ ഇക്കല്ലേ പൈസ എടുത്തത്? അതിനിങ്ങനെയൊക്കെ വർത്താനം പറയാ? അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇനി അങ്ങനെ വർത്താനം പറയാണ്ടിരിക്കാനാണ് ഒരെണ്ണം കൊടുത്തത്. ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ണി സംസാരിച്ചിട്ടില്ലല്ലോ നിന്നോട്. ആരാണ് നീ? ഇക്കണവന്റെ. അതെ, നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിരുന്നോ? ഇനി ഒരു നിമിഷം ഇല്ല അവിടെ നിൽക്കുന്നില്ല കേട്ടാ. ഞാൻ പോവാ. ഞാൻ വേറെ വീട് വെച്ചിട്ടാ റെന്റിന് എന്തിലുണ്ടല്ലോ, ഞാൻ പോവാ. ഇവിടെയൊക്കെ എത്ര വീട്ടിന് വേണ്ടി നല്ല ചെയ്തു ഒരു കാര്യമില്ല. ചോറ് വേണ്ട, ഒരു തേങ്ങയ്ക്ക് വേണ്ട. ഞാൻ പോവാ. എന്താ കിട്ടാത്ത? ഓ നീ 10 രൂപ സമ്പാദിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഉള്ളൊരു ധൈര്യമാണല്ലേ നിനക്ക്? 10 രൂപ സമ്പാദിക്കാനായി, എന്നാൽ വലിയ ചെക്കനായി, വലിയ ആളായി എന്നുള്ളൊരു ധൈര്യമാണ് നിനക്ക് അല്ലേ? പോ, നീ വേറെ വീടെടുക്കുക, വേറെ സ്ഥലം വാങ്ങുക, നീ ചെയ്തിട്ട് വാ. ഒക്കെ ഗജം വിട്ട് ചാടിയ കറുവാടാണെന്നൊരു പഴം ചൊല്ലുണ്ട്. കിണറിന്ന് മീൻ പുറത്തേക്ക് ചാടിയാൽ, കുളത്തുനിന്നായാലും മീൻ പുറത്തേക്ക് ചാടിയാൽ ഉണങ്ങിയിട്ട് തന്നെ പോവുള്ളൂ. ആ ഉണങ്ങണ സമയത്ത് മോൻ തിരിച്ചു വരും കേട്ടാ. പൊയ്ക്കോ. എവിടെ? ആ നീ ഇവിടെ ഇരിക്കുക. ഞാൻ എന്തോരം നേരം വിളിച്ചു, ഞാൻ അവിടെയൊക്കെ നോക്കിയപ്പോ കണ്ടില്ല. നീ എന്ത് ഇവിടെ വന്നിരിക്കണത്? എന്തെങ്കിലും കണ്ണൊക്കെ കലങ്ങിട്ട് വിഷമിച്ചിരിക്കണ? എന്ത് പറ്റി? ഒന്നുമില്ല. നമ്മുടെ മക്കള് ഒന്ന് വലുതായി കാണാൻ വേണ്ടി നമ്മൾ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ട്. വലുതായപ്പോഴുണ്ടല്ലോ 10 രൂപ സമ്പാദിക്കാനായപ്പോ ഒരു തനി സ്വരൂപമൊക്കെ പുറത്തേക്ക് വരിക. നീ ഒന്നും പറയണ മനസ്സിലാ, തെളിച്ച് പറയേ, എന്തുണ്ടായി? എന്ത് തെളിച്ച് പറയണേ? അനിയൻ്റെ ഷർട്ടൊന്നും ഇടാൻ പറഞ്ഞിട്ട് സെഫി മോല കയറിയിട്ട് നോക്കിയപ്പോൾ ആ ഷർട്ട് എടുത്തപ്പോൾ ഷർട്ടിൽ കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്. ശരി, അവനോട് ചെന്നിട്ട് ചോദിച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവ ഉറങ്ങുക. തെളിയുമ്പോൾ പറയാലോ എന്ന് വെച്ചിട്ട് കുട്ടി ആ ഷർട്ട് ഇട്ടിട്ട് പുറത്തേക്ക് പോയി. അവനക്ക് അത്യാവശ്യമായിട്ട് ആർക്കോ കൊടുക്കാനുണ്ട് അത്ര, അപ്പോൾ കൊടുക്കാനാണ്. എന്ന് പാവം വന്ന് ഉമ്മ പൈസ എവിടെ എന്നാലും ചോദിച്ചപ്പോൾ നിൻ്റെ അടുത്ത് കിടന്ന് ചൂടാകണുണ്ടപ്പോൾ അവൻ പറഞ്ഞിട്ടാ, ഞാനാ പൈസ എടുത്തത്, ഉമ്മാനൊന്നും പറയല്ലേ, നിന്നോട് ചോദിക്കാൻ വന്നപ്പോൾ ഈ ഉറങ്ങായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് എൻ്റെ പൈസ എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? എൻ്റെ അനുവാദം ഇല്ലാണ്ട് ഞാൻ നയിച്ചുണ്ടാക്കിയ കാശാണ്, നന്നോട് നിനക്ക് ഉളുപ്പില്ലേ? അങ്ങനെയൊക്കെ ഓരോന്ന് വർത്താനം. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. ആരോടെ നീ സംസാരിക്കണം പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്ത്. അങ്ങനെ എന്നെ തല്ലിയില്ലേ നിങ്ങൾ? ഇനി ഞാൻ പോവുകയാണ്, ഞാൻ വേറെ പോവുകയാണ്, ഇവിടെ ഇരിക്കണില്ല ഇനി, ഞാൻ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിന്നോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളിയിട്ടിട്ട് പോയി. എവിടേക്ക് പോകണം? വരും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിട്ട്. അല്ല എവിടേക്ക് പോകാനാ? എല്ലാവരും നീ എന്തിനാ പിള്ളേർ തല്ലാൻ പോയത്? അതെന്താ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വെച്ചിട്ട് തല്ലുന്ന? നീ അംഗനവാടി പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ തല്ലുന്ന പോലെ ഈ വലിയ മക്കളെ തല്ലുക?
ഒന്ന് കല്യാണം കഴിച്ച് കുട്ടികൾ 2 കുട്ടികളാകാറായി മക്കളുടെയൊക്കെ തല്ലാമെന്നായി അങ്ങനെ ഉണ്ടാവും. അവർക്ക് ദേഷ്യം വരാണ്ടിരിക്കുമോ? തള്ളയായതുകൊണ്ട് മുന്നാട് പോയത്. 2ാം അമ്മയോ 3ാം അമ്മയൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും, അപ്പം തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഞാൻ സന്തോഷത്തിൽ ഇരിക്കല്ലോ, ഞാൻ പോയി ബിരിയാണി കഴിച്ച് 2ആളും കൂടെ ബിരിയാണി വാങ്ങിയിട്ട് വരിക. അപ്പോഴാണ് ഈ പുകില്. എനിക്കൊന്നും അടങ്ങിയിരുന്നുള്ളൂ. ഞാൻ ഒരു ഉപ്പ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ അവർ മക്കളിട്ട് കയറാൻ പോണത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. നീ വിഷമിക്കണ്ട, നീ ഇതൊന്നും ഓർത്തിട്ട് നീ അതിന് ഒന്നും വരുത്തി വയ്ക്കണ്ട. നീ അതേ അതൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ സോൾവായി ചെയ്യാവുന്നേ. മനസ്സിലായില്ലേ? എല്ലാ കാര്യവും ടെൻഷൻ എടുത്ത് തലയിൽ വെച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ട് വരാൻ പറയും എന്നോട്. അവനെ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാം. എന്തോ 10 ദിവസം പണിയില്ലാണ്ട് കുടുംബത്തിരുന്ന ഇത്രയും വർത്താനം പറയുമ്പോൾ എൻ്റെ വല്ലാത്തൊരു വേദന തട്ടി. അവനിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിയുടെ വല്ലാണ്ടായി അവനിക്ക് വിഷമം. ഉമ്മ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കുക, ഉമ്മാനെ പറയലടാ എന്ന് പറയുമ്പോഴേ അവനിക്ക് എത്ര ഇതുണ്ടായി. അങ്ങോട്ട് വാക്ക് തർക്കുണ്ടെങ്കിൽ തന്നെ കൈ വെക്കാൻ പാടുമോ? അവൻ എത്ര ദൂരം പഠിപ്പിക്കാനും അവൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും അവനല്ലേ. അതൊരു തരി നിമിഷം കൊണ്ട് അവൻ എല്ലാം മറന്നിട്ടാണ് മൂത്തവൻ എങ്ങനെയൊക്കെ ചീത്താറുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അതിനിപ്പോ തല്ലി കഴിഞ്ഞാൽ അവന് ദേഷ്യം വന്ന് പോയത് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്താലോ? ആ സമയത്ത് തല്ലല്ല, ആ സമയത്ത് നിങ്ങളുണ്ടെങ്കിൽ അതല്ല. അതെ, അവൻ ഫോൺ വിളിച്ചാൽ അവൻ എടുക്കില്ല. ഞാൻ പോയിട്ട് വിളിച്ചോണ്ടിരാ. അവൻ എവിടെ പോകാനാ? കൂട്ടുകാരന്മാരെടുത്ത് വർത്താനം പറഞ്ഞാൽ അവിടെ പുറത്തിരിക്കുന്നുണ്ടാവും. ഞാൻ പോയി വിളിച്ചോണ്ടിരാ. അതെ, അത് വിളിച്ചോണ്ടിരാ. അവർക്കൊക്കെ ബിരിയാണി ആക്കി ബിരിയാണി വാങ്ങിയിട്ടുണ്ട് 3 ആൾ കഴിക്കാനുള്ളത്. ഒക്കെ അത് പാത്രത്തിലാക്കിയിട്ടേ അത് വിളമ്പി കൊടുക്കും, വെക്കുക. അപ്പോഴേക്കും ഞാൻ വിളിച്ചു തരാം കേട്ടാ. ഇപ്പം റെഡിയാക്കി തരാം. ഒരു ചെക്കനവിടെ. ഹലോ, ഇവിടെ ഉള്ളത്? നീയേ മറ്റേ നമ്മൾ ട്രിപ്പ് പോകണ കാര്യം പറഞ്ഞല്ലേ ഈ ആഴ്ചയിൽ? അല്ല, എൻ്റെ പേര് കൂടി കൊടുത്തോ, കേട്ടില്ലേ? ഈ ഒരു കാര്യം കേട്ട്, ബൈക്കില്ലേ അടുത്ത് കണ്ടുകൊണ്ട് പോവാ. ഒന്നുമില്ല, വീട്ടിൽ ചെറിയൊരു അലമ്പുണ്ടായതാ. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് കൊണ്ട് വരണ്ടല്ലോ, നോക്കട്ടെ. നീ വണ്ടി എടുത്ത് തന്നെ വേഗം വരാം നമുക്ക് കേട്ടാ. പോയിട്ട് കറങ്ങി അടിച്ചിട്ട് ഒരാഴ്ചൻ്റെ മുമ്പ് വരാം. ഇവിടുന്ന് പ്രാന്താവും മനുഷ്യൻ. എന്നാൽ നീ വേഗം വാ കേട്ടാ. ഞാൻ അവിടെ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാം. ശരി, ഓക്കെ. ഇത് പോയിട്ട് കറങ്ങി അടിച്ച് പിടിച്ച് വരാം. അല്ലാണ്ട് ഇവിടെ നിന്ന് തലയ്ക്ക് ഭ്രാന്താവും. ഓരോ കള്ളന്മാരും ഭ്രാന്ത്.